ഞാനത് കട്ടാക്കിയോ? എനിക്ക് ഫോണിലേ എനിക്ക് ഫോണിലേ എൻ്റെ വിളിച്ചൂടെ? എൻ്റെ ഫോണിലേക്കല്ലേ വിളിച്ചേ? ഇന്നെ കിട്ടാനല്ലേ? ക്ഷമേ, ഇന്നെ വിളിച്ചാൽ അന്നേം കൂടി കിട്ടാനാ? അന്നെ വിളിച്ചാൽ ഇന്നേം കൂടി കിട്ടാനാ? ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാണല്ലോ. ബാക്കി കൂടി പോരട്ടെ. അപ്പൊ വേ കട്ട് ചെയ്യട്ടെ എന്നോ പറഞ്ഞ അങ്ങനെ. എന്താന്ന് വീഡിയോ എടുക്കാണ് പറഞ്ഞേ? എന്നാ വെച്ചോന്ന് പറഞ്ഞ. എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ നിക്കണത്. എളുകി തുടങ്ങുക. അതിനുള്ള ഒരുക്കത്തിലാ. കണ്ടതാ അദ്ദേഹത്തിന്റെ അടുത്തേക്കായി കണ്ടോ കളിക്കുന്നത്. ഇതൊക്കെ ഒഴുക്കത്തിന്റെ തുടക്ക. ഇതാ അങ്ങോട്ട് നോക്ക്. അപ്പൊ ഇതാക്കണ ഈ സാധനം എടുക്കുക. സാലഡ് അല്ലേ കഴിക്കാൻ പറഞ്ഞത്. ഈ സാധനം. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇവരെ കുറിച്ച് TT ഫാമിലിയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവർ ഇന്നലെ അല്ല 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കമൻസ് കണ്ടു കേട്ടോ. അവരെ ഇങ്ങനെ പുച്ഛിക്കുന്ന രീതിയിലുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഷെമിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസും അതുപോലെ ഇതൊക്കെ അരിഞ്ഞിട്ട് സലാഡാക്കിയിട്ട് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് പുള്ളിക്കാരി ഭയങ്കര ഇതായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, പുള്ളിക്കാരി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൽ പുള്ളിക്കാരി ഇരിക്കണം. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അറിയാമല്ലോ, നമുക്ക് എല്ലാവരോടും ദേഷ്യമായിരിക്കും സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും എല്ലായിടത്തും നമുക്ക് സ്വാഭാവികമായിട്ട് അവർ എന്ത് സ്നേഹത്തോടെ കൊണ്ടുവന്നാലും നമുക്ക് എന്ത് ഇതായാലും വാരിക്കോരി തന്നാലും നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് ഷെമി ഇരിക്കുന്നത്. അപ്പോൾ അത് അറിയാതെ കുറേ പേര് കിടന്നിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് കണ്ട് എനിക്ക് സത്യം പറഞ്ഞ വിഷമമാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ അഹങ്കാരത്തിൻ്റെ പുറത്തൊന്നും ആയിരിക്കില്ല ആളുകൾ ചെയ്യുന്നത്. പുള്ളിക്കാരി ക്യാമറ ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ അത് കാണിക്കുന്നത്. അപ്പം ഉമ്മാനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇങ്ങനെ അവൻ ഇത് അരിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ എന്തോ പറയാൻ വേണ്ടി ഇരിക്കുന്ന ഇത് ക്യാമറ കട്ട് ചെയ്തിട്ട് പറയാന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. ആ ഒരു ദേഷ്യം ഇതൊക്കെ ശരിയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ദേഷ്യം ഉണ്ടാവും. പിന്നെ എല്ലാവരും പറയുന്നത് നിനക്ക് ഇങ്ങനെ തന്നെ വേണം, പ്രായത്തിൻ്റെതാണ്. അപ്പോൾ അതിലെ കുറച്ച് കമൻസ് ഉണ്ട്. അതെന്തായാലും ഞാൻ വായിച്ചു തരാം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഞാൻ എന്തായാലും അത് വായിച്ചു തരാം. നമ്മൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് അറിഞ്ഞിട്ട് പെരുമാറുക. അവർക്ക് അത് വയ്യാത്തത് കൊണ്ടാണ് അവരത് പെരുമാറുന്നത്. അല്ലാതെ ഒരാളും വേണം വെച്ചിട്ട് എന്തായാലും ചെയ്യില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആളുകൾ വെറുതെ അവരെങ്ങനെ കുറ്റപ്പെടുത്തതിനോട് എനിക്കെന്താ യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് വായിച്ചു തരാം കേട്ടോ. കുറച്ച് കമൻസുകൾ വായിച്ചു തരാം. കുറച്ച് അഹങ്കാരമാണ് ഷെമിക്ക്, ഒരു റെസ്പെക്റ്റ് ഇല്ല ഷെഫീനോട് എന്ന് പറയുന്നുണ്ട്. ഹസ്ബൻഡിനോട് പറഞ്ഞു, മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ, അതായിരിക്കും ഒരിക്കലും മക്കളുടെ പ്രായമുള്ളവരെ ഭർത്താവായി കാണാൻ കഴിയില്ല. ചുമ്മാ കണ്ടതും കേട്ടതും പറയാ പാവം ഷെമി എന്ന് പറയുന്നുണ്ട്. അതിനുള്ള ഒരാൾ കമൻ്റ് ഇട്ടതിനുള്ള റിപ്ലൈകളാണ് കേട്ടോ. അത് പാവമാണ് ഷെമി എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇത് അമ്മയും മോനും അല്ലേ ചോദിക്കുന്നുണ്ട്. അവർ ഒരുപാട് വീഡിയോസിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അത് തന്നെ ചോദിക്കുന്നവരോട് എന്താ പറയുക? അവരുടെ വീഡിയോസിൽ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തിനാ അവർ ഹാപ്പിയാണ്, വെറുതെ ഇല്ലാത്തത് പറയണ്ട, അവർ സുഖമായി ജീവിച്ചോട്ടെ പറയുന്നുണ്ട്. അതിന് പോസിറ്റീവായിട്ടും പറയുന്നുണ്ട് കേട്ടോ. പുന്നാര മോനെ, നിൻ്റെ ഒരു വിധി, നിൻ്റെ ഉമ്മ ഇതൊക്കെ കാണുന്നില്ലേ, പാവം ഉമ്മ എന്ന് പറയുന്നുണ്ട്. ഉമ്മ എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, ഉമ്മാന് സമ്മതപ്രകാരം ആയിരിക്കുമല്ലോ ഷെമിയെ വിവാഹം കഴിച്ചിട്ടുണ്ടാകുക. അവരെല്ലാവരും ഹാപ്പിയാണ്. ഷെഫീൻ്റെ അനിയത്തിയുടെ മാരേജിനൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെല്ലാവരും ഹാപ്പിയാണ്. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പറയണ നിങ്ങൾക്കൊക്കെയാണ് പ്രശ്നങ്ങൾ. ഉമ്മമാക്ക് ഗർഭം ധരിക്കേണ്ട പ്രായം കഴിഞ്ഞു, അതാണ് ദേഷ്യം എന്ന് പറയുന്നുണ്ട്. ഉമ്മമാക്കല്ല, എത്ര ഉമ്മമ്മയാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്താണെങ്കിലും അവർക്ക് ദേഷ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അത് പ്രകൃതി ഇതാണ്. അതൊരു പെണ്ണുങ്ങൾക്ക് അതുപോലെ തന്നെ പീരിയഡ്സ് ഉള്ള സമയത്തും അങ്ങനെയാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പല സിറ്റുവേഷൻസിലൂടെയാണ് ഒരു പെണ്ണ് കടന്നു പോകുന്നത്. അവരുടെ ബോഡി മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകും. അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇവൾക്ക് എന്നാ അഹങ്കാരമാണ്, ഷെഫി എന്ത് ചെയ്താലും മുഖം തെളിയാത്ത ഒരു പെണ്ണുപിള്ള എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അവരുടെ പല വീഡിയോസുകളും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവർ എല്ലാത്തിലും കുറേ ഇതിലൊക്കെ ഹാപ്പിയാണ്. പിന്നെ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ളതുണ്ടാവും. പിന്നെ ഷെഫിൻ്റെ എന്ത് തെറ്റുകുറ്റങ്ങൾ കണ്ടാലും പുള്ളിക്കാരി ചൂണ്ടിക്കാണിക്കും. അതുപോലെ തന്നെ ഒരു ഷെമി എന്ന് പറയുന്നത് ഷെഫിക്ക് ഉമ്മ, അതുപോലെ സിസ്റ്റർ, അതുപോലെ വൈഫ്, ഇങ്ങനെ ഒരു 3 ഇതാണ്. പ്രായത്തിൻ്റേതായിട്ടുള്ള എല്ലാ പക്വതയും എന്തായാലും ആ പുള്ളിക്കാരി കാണിക്കില്ല. അപ്പോൾ അതിൻ്റേത് സ്വന്തം ഭർത്താവിനോട്
കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അവരിപ്പോൾ എല്ലാം ഇതായിട്ട് കാണിക്കുന്നൊന്നുമില്ല. അവരുടെ ചില കാര്യങ്ങൾ മാത്രമാണ് അവർ വീഡിയോസിൽ കാണിക്കുന്നത്. എല്ലാവരും പോലെ അവരുടെ എല്ലാ പേഴ്സണൽ മാറ്റേഴ്സൊന്നും അവർ വീഡിയോയിൽ വന്നിട്ട് കാണിക്കാറൊന്നുമില്ല. അതുപോലെ തന്നെ ഷെമിയെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷെഫിയോട് കാണിക്കുന്ന ബഹുമാനമില്ലായ്മ കൂടുതലാണ്. ഷെമി എല്ലാവർക്കും തന്നോടുള്ള സ്നേഹം കുറയാതിരിക്കാൻ ഷെഫിയോട് കുറച്ച് ബഹുമാനം കാണിക്കൂ. തനിക്കൊരു ലൈഫ് തന്ന ആളല്ലേ, തന്നോട് സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും പറയുന്നുണ്ട്. 100% കറക്റ്റ് പറയുന്നുണ്ട്. ഇവരുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഇന്ന് കണ്ടപ്പോൾ ഉമ്മാനെ പരിചരിക്കുന്ന മകൻ്റെ ഒരു വീഡിയോ കാണുന്നത് പോലെ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉമ്മാനെ പരിചരിക്കാൻ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കമൻ്റ് ഇടുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണം. അവർ സുഖമായി ജീവിക്കുന്നതിനുള്ള കുശുമ്പാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്ന നിങ്ങൾ മനുഷ്യരാണ്. സത്യമാണ്. അങ്ങനെ അവരെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. എടാ എന്നാണ് വിളിക്കുന്നത്. ഭർത്താവിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തേ മതിയാവും. ഭർത്താവ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇസ്ലാം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേര് വേണമെങ്കിൽ എടുത്ത് വിളിക്കുക. അത് ആരും കാണാതെ വിളിക്കുക എന്നാണ് പറയുന്നത്. എങ്കിലും പേര് വിളിക്കുന്നതിനോടോ അങ്ങനെ സ്നേഹത്തോടെ എടാ അങ്ങനെ വിളിക്കുന്നതിനോടൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഇത് പ്രകാരം എന്നാണ് എൻ്റെ ഒരു ഞാൻ ഞാൻ ഓരോ ഇതിലും കണ്ടിരിക്കുന്നത് കേട്ടോ. അവൾക്ക് കുറച്ച് ഓവറാണ്, കുഞ്ഞു കുട്ടിയാണെന്ന വിചാരം എന്ന് പറയുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും കുഞ്ഞു കുട്ടികളാവും. നമ്മൾ 50 വയസ്സിൽ പ്രഗ്നൻ്റ് ആയാലും 18 വയസ്സിൽ പ്രഗ്നൻ്റ് ആയാലും നമ്മുടെ ഇത് അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. അല്ലാതെ എല്ലാവരും പോലെ എപ്പോഴും ഉള്ളതുപോലെ നമുക്ക് ചിരിച്ച് കളിച്ച് നടക്കാനൊന്നും ആ ഒരു ടൈമിൽ പറ്റില്ല. പീരിയഡ്സ് എന്ന് പറയുന്നതും അതൊരു വേറൊരു ഘടകമാണ്. അതിൽ നമുക്ക് തൊട്ടതിന് പിടിച്ചതിനൊക്കെ ദേഷ്യം തോന്നും. അതിന് നമ്മൾ ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഇത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അത് പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതാണ്. ഇപ്പം കുറേ കമൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല. ഇങ്ങനെ കുറേ കമൻസ് കണ്ടപ്പോൾ എനിക്ക് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. എന്തായാലും അവരുടെ കുറച്ച് വീഡിയോകളും കൂടെ വീഡിയോൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. അതിനെടുക്കുക, പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ഓരോന്നിച്ചെടുത്ത് കഴിക്കുക. പിന്നെ കിയാ കസ്സല്ലേ മറ്റേ സാധനം കസ്, അത് ഞാൻ ഇതിലേക്ക് ചേർക്കാനും ചെയ്യാം. കംപ്ലൈൻറ്റ് ഒരു വെള്ളം ഒഴിച്ചിങ്ങനെ ആകെ എന്തെന്നോ അങ്ങനത്തെ തുടങ്ങിയ തീറ്റി 2 ദിവസത്തേക്ക് ഉള്ള ഭാഗത്ത് തിന്ന ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ അല്ലേ ഇത് കഴിക്കുക. ഇത് നല്ല മുന്തിരിയും കൂട്ടുക. മുന്തിരിയുണ്ട്, പിന്നെ കക്കയുണ്ട്, കിയാറുണ്ട്. ഇത് മിക്സ് ചെയ്ത് ഞാൻ കഴിക്കാം, അതല്ലെങ്കിൽ അല്ലാണ്ടും കഴിക്കാം. ഓക്കെ, സെറ്റല്ലേ? പിന്നെ ആയുഷുവിനെ ഞാൻ നാളെ അങ്ങോട്ടൊക്കെ ആക്കാം. നാളെ സ്കൂളുണ്ടോ? ശനിയാഴ്ച ഉണ്ടാവും. സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ അല്ലേ? നോമ്പിൻ്റെ തലാണ്. പക്ഷെ നോമ്പിന് വീഡിയോ അവർ കാണാൻ ചിലപ്പോൾ നോമ്പിനായിരിക്കും. പിന്നെ ചെറിയ ഉറമ്പൊക്കെ ഉണ്ട്, ആക്കാൻ തട്ടിക്കാല കേട്ടോ. സെറ്റല്ലേ? എന്താണ് ക്ഷീണത്തിനൊക്കെ കുറവുണ്ടോ? ഇത് തീറ്റേ എടുക്കുള്ളൂ, സംസാരവും ഇല്ലല്ലോ. എൻ്റെ അടുത്ത് നിന്നിട്ടേ അങ്ങോട്ട് കിട്ടില്ല. ഇന്നത്തെ ഒന്ന് പിടി കൊണ്ട തന്നാ പിടിക്ക്. ഇനി തിന്നോ? അത് ഞാൻ പിടിച്ചും തരണം. ഇനി തോനെ കണ്ടാ തിന്നാ വേണ്ട. എന്ത് ഇതോ? പൈനാപ്പിളേ വേണ്ടി. പൈനാപ്പിൾ വേണം. ഇത് കുറച്ചാലോ. പൈനാപ്പിൾ ഇപ്പൊ കഴിക്കാൻ പറ്റൂല. സ്റ്റാർട്ടിങ്ങിലല്ലേ? എന്നാലും ഇപ്പൊ കഴിക്കാണ്ട. അത് സ്റ്റാർട്ടിങ് പോലെ ഏത് സമയത്തും എന്തോ സംഭവിക്കാനുള്ള സിറ്റുവേഷനില്ല. അതിനെ കൊണ്ട് ശ്രദ്ധിച്ചോളാണ്ടി. എന്താ പറയുന്നെന്തോ മനസ്സിലാവുന്നുണ്ടോ? കുറച്ചൊക്കെ എന്നാ നല്ല മനസ്സിലാക്കണം. മാഷ മാറ്റിയാൽ മതി. മനസ്സിലാക്കി തന്നെ. മരുന്ന് കുടിച്ചീനോ? മരുന്നില്ല, ഗുളികല്ലേ. അത് കുടിച്ചീനോ? ഏത് നേരക്കാരുടെ കുടിക്കാൻ? രാവിലെ രാത്രി. അതൊക്കെ കുടിച്ചോ? സെറ്റല്ലേ? രാത്രി എന്താ കുടിച്ചില്ലേ? എന്നാ ഞാൻ പോട്ടെ. രാത്രിയത്തെ ഹെൽപ്പല്ല, രാത്രിയായിട്ട് കുടിച്ചാൽ മതി കേട്ടോ. ഇത് നല്ല തിന്നോളാട്ടി കക്കിരി, അതാ കൂടുതലുള്ളത്. പിന്നെ ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കണ് കിയാറ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കണ്.
കസ് പിന്നെ ഒരു ഇതിനാണ് അവർക്ക് ഇത്രയും നെഗറ്റീവ് കമൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ സിറ്റുവേഷൻസ് അറിഞ്ഞിട്ട് നമ്മൾ പെരുമാറുക. പെണ്ണുങ്ങൾക്ക് നിങ്ങൾക്ക് അമ്മ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എത്രമാത്രം അവർ പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് പെണ്ണുങ്ങൾ എത്രമാത്രം സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നേരിട്ട് കണ്ടാലും പഠിക്കാത്ത കുറേ ആളുകളുണ്ട് കേട്ടോ. പെണ്ണുങ്ങളുടെ എന്ത് വിഷമങ്ങൾ കണ്ടാലും അവരുടെ എന്ത് സിറ്റുവേഷൻസ് കണ്ടാലും അത് അവർക്ക് അവൾക്കല്ലേ വന്നിരിക്കുന്നത്, അത് നിസ്സാരമാണ്, നിനക്ക് ലോകത്ത് ഇല്ലാത്തതൊന്നുമല്ല, എന്താണ് ഇപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞാലും ലോകത്ത് നീ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഗർഭിണിയാവുന്നത്, എല്ലാ പെണ്ണുങ്ങളും ഉള്ളതുപോലെ തന്നെ ആ ഒരു ഇതേ ഉള്ളൂ നിനക്ക്, അങ്ങനെ ചില ആണുങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയവർക്ക് അറിയാം എത്രമാത്രം പെയിൻഫുള്ളാണ്, എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത്. ഒരു 9 മാസം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാസം തുടങ്ങി നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ആ നിമിഷം മുതൽ നമ്മൾ പ്രസവിക്കുന്ന ആ ഒരു നിമിഷം വരെ ഭയങ്കര സ്ട്രഗിളായിട്ടാണ് കടന്നു പോകുന്നത്. എവിടെയൊക്കെയാണ് വേദന, എന്തൊക്കെയാണ് വേദന എന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് ആ പ്രസവം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള വേദനകൾ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വീട്ടിലത്തെ ജോലി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മെൻ്റലി നമ്മൾ ഓക്കെ ആയിരിക്കില്ല. എത്ര നമുക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് പല വേദനകളും അതും ഇതൊക്കെ വരും. പിന്നെ പറയും നിങ്ങൾക്ക് ഗുളിക കഴിച്ചൂടെ, ഡോക്ടറെ അടുത്ത് പറഞ്ഞൂടെ എന്നൊക്കെ പറയും. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാലും പല ഇതും ഉണ്ടാവും, പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ആ പുള്ളിക്കാരി ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് കൊണ്ടുവന്ന് തരുന്നത് നമുക്ക് എന്ത് സ്വർണം കൊണ്ടുവന്ന് തന്നാലും, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തൊരു സാധനം കൊണ്ടുവന്ന് തന്നാലും അപ്പം നമുക്ക് മുഖം തെളിയില്ല. അപ്പം നമ്മൾ ഏറ്റവും ദേഷ്യത്തോടു കൂടി തന്നെ ഇരിക്കുള്ളൂ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് നമുക്ക് ജോലി കാണുമ്പോഴും അതുപോലെ ഇന്നത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയാനും പിടിക്കാനൊക്കെ തോന്നും. അതുപോലെ തന്നെ പീരിയഡ്സ് ടൈമിലും അങ്ങനെ തന്നെയാണ്, രണ്ടും സെയിം സിറ്റുവേഷനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ആളുകൾ ഇടുക, വെറുതെ അവരെ എന്തിനാ വേദനിപ്പിക്കുന്നത്. ആ പുള്ളിക്കാരൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. അവർ അവരുടെ പ്രായം അവർക്ക് അറിയുന്നതാണ്. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെയുള്ള കമൻറ്റിലൂടെ ഉമ്മയും മോനെയും പോലുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് വെറുതെ പറഞ്ഞ് അവരെ വേദനിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരങ്ങനെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണല്ലോ അവർ കല്യാണം കഴിച്ചത്. അപ്പോൾ പിന്നെ വീണ്ടും 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 അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഒരാളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. അവരിപ്പം ഇങ്ങനെയുള്ള കമൻ്റ് ഒന്നും വരണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അവർ അതൊന്നും ചെയ്യുന്നില്ല. അവർ ആ വീഡിയോസുകൾ ഇടുന്നുണ്ട്, കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്നവർ എന്ത് തോന്നിയാവാസം വിളിച്ച് പറയാമെന്നുള്ളൊരു അങ്ങനെയുള്ളൊരു പ്രവണത നിർത്തുക. ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നവരോട് എനിക്ക് അതാണ് പറയാനുള്ളത്. നമ്മൾ എന്തിനാണ് ഒരാളെ വെറുതെ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാടായില്ല, ഇനിയെങ്കിലും നിർത്തുക. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിച്ച് പൊക്കോട്ടെ, അവരെ അങ്ങോട്ട് വെറുതെ വിടുക. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലായിട്ട് തോന്നി. ആ പുള്ളിക്കാരൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ഒന്നാമത്തെ പ്രായം ഇത്രയുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ ഇരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും പുള്ളിക്കാരിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും ഇതൊക്കെ. അപ്പം അതിൻ്റേതായിട്ടുള്ള മുഖം തെളിയാതിരിക്കുന്നതൊക്കെ ആയിരിക്കും. അല്ലാതെ നമ്മൾ കാര്യം അറിയാതെ വെറുതെ നമ്മൾ ഒരാളെക്കുറിച്ച് കുറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.